Hello my dear students. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ എക്സാം എഴുതാൻ പോകുന്ന ബികോം ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ മാനേജിൽ എക്കണോമിക്സ് സബ്ജക്റ്റിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണും. ഓക്കെ, അപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ സെക്ഷൻ എ ബി സി എന്ന രീതിയിലായിരിക്കും എന്തുള്ളത് നമ്മൾ സെക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. സോ അതിൽ ഫസ്റ്റ് സെക്ഷൻ എയിൽ 2 മാർക്കിനായിരിക്കും എന്താണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ ചിലപ്പോൾ അറ്റൻഡ് ഓൾ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ച് നോക്കിയിട്ട് വേണം എക്സാമിന് എഴുതാൻ പോകാൻ. ഓക്കെ, അപ്പോൾ സെക്ഷൻ എയിൽ അറ്റൻഡ് ഓൾ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. 2 മാർക്കിന് നിങ്ങളൊരു ആൻസർ എഴുതുന്നത് പറയുമ്പോൾ കുറച്ച് ഷോർട്ട് ആക്കിയിട്ട് എഴുതിയാൽ മതി. അതായത് ഒരു പേജോ അല്ലെങ്കിൽ ഒരു 3/4 പേജൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ആ 2 മാർക്കിന് കുറച്ച് ഷോർട്ടായിട്ട് മെയിൻ ആയിട്ടുള്ള കോണ്ടന്റ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി. നെക്സ്റ്റ് സെക്ഷൻ ബിയിൽ പറയുമ്പോൾ 5 മാർക്കിനാണ്. ഓരോ ക്വസ്റ്റ്യനും എന്താണ് 5 മാർക്ക് വീതമാണ് ഉണ്ടായിരിക്കുക. സോ അപ്പോൾ നിങ്ങളൊന്നുകൂടി പാരഗ്രാഫായിട്ട് അതും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് പാരഗ്രാഫായിട്ട് അല്ലെങ്കിൽ 3/4 പേജൊക്കെ നിങ്ങൾക്ക് എന്താണ് എഴുതാം. സെക്ഷൻ സി എന്ന് പറയുമ്പോൾ എസ്എ ക്വസ്റ്റ്യൻ ആണ്. അതിന് എസ്എ ക്വസ്റ്റ്യൻ 10 മാർക്ക് വീതമാണ്. 2 എസ്എ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അത് അത്യാവശ്യം പേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ എഴുതാൻ പറ്റും. 10 മാർക്കിന് എന്താണ് എത്രത്തോളം നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നു അത്രത്തോളം ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് എഴുതാം. സോ അപ്പോൾ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാനേജ്ഡ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നതാണുള്ളത്. റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളല്ല, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്താണ് മനസ്സിലാക്കി പോയാൽ മതി. പിന്നെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ എസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി ഫലിപ്പിക്കുക. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു ചെറിയ ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതിന് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് എസ് എ ക്വസ്റ്റ്യൻ വന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെന്താ നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് എഴുതിയിട്ട് അത് എഴുതുക. ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുക, അതിൻ്റെ എല്ലാ ടൈപ്പും ആദ്യം എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അത്രയും പേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എണ്ണം കൂട്ടാൻ പറ്റും. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇനി അധികം എന്താണ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിന് മുമ്പ് വേറെ ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, MCQൻ്റെ PDF ആയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ സ്റ്റുഡൻസും എന്ത് ചെയ്യുക, 120 MCQ ആണ് ആ ഒരു നിങ്ങൾക്ക് അയച്ചു തന്ന PDF-ലുള്ളത്. അതിൻ്റെ ആൻസർ അതോട് കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം കിട്ടുമ്പോഴൊക്കെ അത് റെഫർ ചെയ്യുക. അതും നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, 120 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം റെഫർ ചെയ്യുക, മനസ്സിൽ ഇങ്ങനെ എന്താണ് വെച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് എക്സാമിന് വലിയൊരു ഹെൽപ്പ് തന്നെയായിരിക്കും. സോ നമ്മൾ ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ഗ്രോത്ത് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്? ഒന്നുകൂടെ വായിക്കാം. വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ഗ്രോത്ത് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്? ഓക്കെ, ഇതാണ് നമ്മൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് വായിക്കാം. അതിൽ ഫീച്ചേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഈവൻ ഇൻ ബാറ്റർ എക്കണോമി. നമ്മൾ ബാറ്റർ എക്കണോമിയിലും ഇതെന്താണ് ആപ്ലിക്കബിൾ ആണെന്നാണ് പറഞ്ഞത്. ദ ഇൻക്ലൂഷൻ ഓഫ് ടൈം എലമെൻറ്റ് മേക്ക് ദ സ്കോപ്പ് ഓഫ് എക്കണോമിക് ഡൈനാമിക്. അതായത് ടൈം എലമെൻറ്റും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എന്താണ് ആ എക്കണോമിക്ക് ഒന്നുകൂടി എന്താവുക, ഡൈനാമിക് ആവാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇംപ്രൂവ്ഡ് ഇൻ സ്കേഴ്സിറ്റി ഡെഫിനിഷന്. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ്റെ ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്ത വേർഷനാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ മോഡേൺ ഡെഫിനിഷൻ്റെ കൂടെ അതിൻ്റെ ബ്രാക്കറ്റിൽ ഗ്രോത്ത് ഡെഫിനിഷൻ എന്നും കൂടെ പറയാനുള്ള രീതിയിലാണ്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 8 എന്താണ് അതിൻ്റെ ആൻസർ ഉള്ളത്. ഓക്കെ, ആ ഒരു എന്താ പറയുക, നമ്മൾ ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേജ് നമ്പർ 8 അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഗ്രോത്ത് ഡെഫിനിഷൻ്റെ ഫീച്ചേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഞാൻ ഇതിൻ്റെ PDF ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ PDF എന്ന് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ.
എക്സാമിന് ഞാൻ റെഫർ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നമുക്ക് ആൻസർ ജസ്റ്റ് നോക്കാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹ്യൂജ് എക്സ്പെൻസ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ദ ബെസ്റ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ് ആൻഡ് ഹ്യൂജ് എക്സ്പെൻസ് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബെസ്റ്റ് ആയിട്ട് റിട്ടേൺ കിട്ടുന്ന, ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന എന്താണ് ആ ഒരു സംഭവത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബെസ്റ്റ് നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്ന എന്താണ് പ്രൊജക്റ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇൻവെസ്റ്റ് ചെയ്യുക. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇറ്റ് അലോ യു ടു ആക്സസ് ദ റാങ്ക് ദ വാല്യൂ പ്രോജക്റ്റ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് റിക്വയർഡ് ലാർജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ധാരാളം എന്താണ് ഒന്നിലധികം ധാരാളം എന്താണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള ഒന്നിൽ കൂടുതൽ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ എന്താണ് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ആ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് റിട്ടേൺ കിട്ടുന്ന, ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ്. അപ്പോൾ വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ക്ലിയർ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ്? ആൻസർ നമുക്ക് എന്താ നോക്കാം. ലോ ഓഫ് ഡിമാൻഡ് ഷോ ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ഇൻ ദ മാർക്കറ്റ്. അതായത് മാർക്കറ്റിലുള്ള ആ ഒരു കമ്മോഡിറ്റിയുടെ, ഇവിടെ കമ്മ്യൂണിറ്റി എന്നാണ് നമ്മളിതിൽ ഒരു എന്താണ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിപ്പോയി. നിങ്ങൾക്ക് PDF അയച്ചു തരുമ്പോൾ അതിന് കമ്മ്യൂണിറ്റി എന്നായിരിക്കും, അതൊരു കമ്മോഡിറ്റി എന്നാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് തെറ്റ് പറ്റണ്ട. അപ്പോൾ എന്താണ് നമ്മുടെ മാർക്കറ്റിലുള്ള കമ്മോഡിറ്റിയുടെ എന്താണ് പ്രൈസും അതുപോലെ ഡിമാൻഡിൻ്റെ റിലേഷൻഷിപ്പ് ഷോ ചെയ്യുന്നതാണ് എന്താണ് ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് എന്താണ് ഷോ ചെയ്യുന്നത്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ഇൻ ദ മാർക്കറ്റ്. അതിൽ മാർക്കറ്റിലുള്ള കമ്മോഡിറ്റിയുടെ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഷോ ചെയ്യുകയാണ് എന്ത്? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ഓക്കെ, പ്രൈസ് ഡിമാൻഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? അത് ഇൻക്രീസ് ആവുന്നു. ഓക്കെ, അതാണ് വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് ഇതിനുള്ള ആൻസർ നിങ്ങൾ എഴുതുന്നത്. ഇനി വാട്ട് ഈസ് ലോ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുന്ന സമയമാണ്. ഓക്കെ, നമുക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു 5 ആപ്പിൾ എന്താണ് കൊടുത്ത് നമ്മുടെ മുമ്പിലുണ്ട്. 5 ആപ്പിൾ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ വാങ്ങിയ 5 ആപ്പിൾ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ആപ്പിൾ ഞാൻ കഴിച്ചു, അപ്പോൾ എനിക്ക് എന്താണ് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. സെക്കൻഡ് ആപ്പിൾ കഴിച്ചു, അപ്പോൾ എനിക്ക് ഒന്നും കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടി. 3ാമത്തെ ആപ്പിൾ കഴിക്കുമ്പോൾ എനിക്ക് ഒരു മതി എന്നൊരു ഫീലിംഗ് തോന്നാണ്. അങ്ങനെ 4ാമത്തെ കഴിക്കുമ്പോൾ അയ്യോ എനിക്ക് വേണ്ടാതെ കഴിക്കുകയാണ്, 5ാമത്തെ കഴിക്കുമ്പോൾ ആർക്കോ വേണ്ടി കഴിക്കുന്ന പോലെയാണ്. അപ്പോൾ അതുതന്നെയാണ് പറയുന്നത്, നമ്മൾ എന്താണ് കൂടും തോറും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ്റെ അളവ് കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ രീതിയിലല്ല അവസാനത്തേക്ക് എത്തുമ്പോൾ, ആദ്യം കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ അല്ല എനിക്ക് അവസാനത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ കിട്ടിയത്. ആദ്യം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, അവസാനത്തെ ഞാൻ ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു. ബിക്കോസ് ഞാൻ എൻ്റെ വിശപ്പ് പോയി, എനിക്ക് വയറ് നിറഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അതാണ് ഇവിടെ എന്താണ് ലോ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ ഉദ്ദേശിക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഇത് കുറഞ്ഞു വരും. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്താണ് അവിടെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ അല്ല 5ാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. ഇവിടെ എന്താ നോക്കുക, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ് ദാറ്റ് consumer consume more and more unit of commodity. Each successive unit get him lesser സാറ്റിസ്ഫാക്ഷൻ. അത് ഓരോ കമ്മോഡിറ്റിയിൽ നിന്നും എന്താണ് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് കിട്ടുന്നത്. ആദ്യത്തെ അത്ര അവസാനം കിട്ടില്ല. ഓക്കെ, അതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഇത്രയും ഷോർട്ട് ആക്കിയിട്ട് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് യു മെന്റ് ബൈ എക്സ്ചേഞ്ച് റേറ്റ് പോളിസി. What is exchange rate policy? നമുക്ക് നോക്കാം. Exchange rate policy involves choosing an exchange rate system and determining the particular rate at which foreign exchange transaction with
ടേക്ക് പ്ലേസ്. അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാർ വാല്യൂ സിസ്റ്റം, അത് ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തിൽ നിന്ന് ഉണ്ടായതാണ്. ദെൻ പെഗ്ഡ് റിജിം, അത് 1971 മുതലുള്ളതാണ്. പിന്നെ മാർക്കറ്റ് ബേസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് റിജിം ഉണ്ട്. പിന്നെ ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. മാർക്കറ്റ് ബേസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റിൽ നിന്നും എന്താണ് ചൂസ് ചെയ്യുന്നതിനെയാണ് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് റേറ്റ് ചൂസ് ചെയ്യുന്നതാണ് എക്സ്ചേഞ്ച് പോളിസി എന്ന് വിളിക്കുക. ഈ എക്സ്ചേഞ്ച് പോളിസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ആക്കുക. എത്രയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം? ഫിക്സ് ആക്കുക. അതാണ് വാട്ട് യു മെൻറ്റ് ബൈ എക്സ്ചേഞ്ച് റേറ്റ് പോളിസി എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിലുണ്ട്, നിങ്ങൾ അതൊന്നും കൂടെ നോക്കിയാൽ മതി. ഇനി 6th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഞാൻ കൂടുതലായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി തരാം. ചിലപ്പോൾ ഇതിൽ ആൻസർ ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഞാൻ സ്വമേധയെ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും സംതിങ് കണ്ടുപിടിച്ചു, എന്തെങ്കിലും പുതിയൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൈവശം വെക്കാനുള്ള എൻ്റെ അവകാശമാണ് എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ. എനിക്കൊരു റൈറ്റ് കിട്ടും, എന്താണ് അത് കീപ്പ് ചെയ്യാൻ കാലകാലം. അത് എൻ്റെ റൈറ്റാണ് അത് ഉപയോഗിക്കുക എന്നുള്ളത്. അത് എൻ്റെ സമ്മതം കൂടാതെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് ആ വ്യക്തിക്ക് എതിരായിട്ട് എനിക്ക് കേസിന് പോകാവുന്നതാണ്. അപ്പോൾ നമ്മളായിട്ട് സ്വമേധയാ നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സംഭവത്തിന് നമുക്ക് കിട്ടുന്ന ഒരു റൈറ്റാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് എന്താ പറയുക, ഇതെന്താ വെച്ചെങ്കിൽ ഇൻഡസ്ട്രി പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് കോപ്പി റൈറ്റ്, പാറ്റന്റ്, ട്രേഡ് മാർക്ക് ഒക്കെ എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്? നമ്മുടെ ഈ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം, നമുക്ക് സ്വന്തമായിട്ട് അല്ലേ. നമുക്ക് വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ ട്രേഡ് മാർക്ക്, ഓരോ സംഭവത്തിനും അവരുടേതായ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് മാർക്ക് ഉണ്ട്. അതിൻ്റെ ഒരിക്കലും നമുക്ക് അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഒറിജിനൽ വേർഷന് ആ ഒരു വ്യക്തിയുടെ കൺസേൺ ഇല്ലാതെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. പല ബ്രാൻഡുകൾ അല്ലെങ്കിൽ അഡിഡാസ് ആണെങ്കിൽ അഡിഡാസിൻ്റെ ആ കൺസേൺ ആയിട്ടുള്ള പാർട്ടിയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താണ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, നമുക്ക് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റും കണ്ടാലും മനസ്സിലാവും. അങ്ങനെ കണ്ടാലും മനസ്സിലാക്കാത്ത രീതിയിലും അവരുണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ അതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രയത്നിച്ച് കണ്ടെത്തിയിട്ട് ഒരു കാര്യം കൈവശം വയ്ക്കാനോ ഉപയോഗിക്കാനോ നമുക്ക് മാത്രമുള്ള അവകാശമാണ്. നമ്മൾ സ്വമേധയ ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, അവർക്ക് കൊടുക്കാം. അവർക്ക് അത് നമ്മൾ കൊടുക്കുന്നതിന് അവർ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് തരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നിങ്ങൾക്ക് ഒന്ന് റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ 7th ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയാണ്. കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു വാല്യൂ അല്ലേ, നമുക്ക് എന്താ നോക്കാം അല്ലേ. എന്താണ് കാർഡിനൽ utility implies that a person can compare utility derived from goods in respect of size, that is how much one level of utility is greater than another. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്, ഒരു മൂല്യമുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഫുൾ ട്രെൻഡിങ് ആയതുകൊണ്ടിരിക്കുന്നതാണ് നല്ല നല്ല സെറം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ സിറം നമ്മൾ എന്ത് ചെയ്യാണ്? ഫേസിൽ അപ്ലൈ ചെയ്തു. സോ അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത് അല്ലേ. ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. കാരണം റിസൾട്ട് നമ്മുടെ മുഖത്ത് ഷോ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് അതിൻ്റെ വാല്യൂ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ 2 പ്രോഡക്റ്റുകൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ വേറൊരു ബ്രാൻഡിൻ്റെ സെയിം സംഭവം നമ്മൾ രണ്ടും കൂടിയാണ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റിലായിരിക്കും നമ്മൾ കൂടുതൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയിൽ പറയുന്നത്. 2 പ്രൊഡക്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ യൂട്ടിലിറ്റി ഏത് പ്രൊഡക്റ്റിൽ നിന്നാണ് ലഭിക്കുന്നത് ആ പ്രൊഡക്റ്റിൽ നമ്മൾ എന്താവാണ്, നമ്മൾ കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന് വാല്യൂ കൂടുതലാണ്. അതാണ് ഈ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ കൺസ്യൂമേഴ്സ് സാറ്റിസ്ഫൈ ആവുക, കൺസ്യൂമേഴ്സിന് വാല്യൂ കൂട്ടുന്ന പ്രൊഡക്റ്റ് ആണ്. ആ ഒരു കോൺസെപ്റ്റാണ് കാർഡിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താ പറഞ്ഞത് നോക്കാം. ദ ഐഡിയ ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റാഷണൽ ചോയ്സ് തിയറി.
ഈ റാഷണൽ ചോയ്സ് തിയറി എന്ന് പറഞ്ഞാൽ റാഷൻ എന്ന് പറഞ്ഞ വേർഡ് നമുക്കറിയാം. റാഷണൽ നമ്മൾ യുക്തിപൂർവ്വം നമ്മളൊരു കാര്യം തിരഞ്ഞെടുക്കുക. അപ്പോൾ അങ്ങനെ റാഷണൽ ചോയ്സ് തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുക. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ അത്രയും വാല്യൂ നോക്കിയിട്ടാണ് നമ്മളൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. ഒരു കാര്യം നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നാണ് അതിൻ്റെ വാല്യൂ നോക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ റാഷണൽ ചോയ്സ് തിയറിയിൽ കാർഡിനൽ യൂട്ടിലിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ടാണെന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, ദ ഐഡിയ കൺസ്യൂമർ മേക്ക് ഒപ്റ്റിമം ചൂസ് ടു മാക്സിമൈസ് ദെയർ യൂട്ടിലിറ്റി. ഓരോ കസ്റ്റമേഴ്സ് അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് അവർ എന്ത് ചെയ്യുന്നു, ചൂസ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ആളുകൾ അങ്ങനത്തെ നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കണമെങ്കിൽ നമ്മൾ പല വട്ടം പല റിസർച്ച് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റ് ആണെങ്കിൽ അതന്നെ നമ്മൾ തപ്പിപ്പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും, വാങ്ങും. അപ്പോൾ കസ്റ്റമേഴ്സ് അവർക്ക് മാക്സിമം യൂട്ടിലിറ്റി കിട്ടുന്ന പ്രോഡക്റ്റാണ് അവർ എപ്പോഴും എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. Then 8th question, what does elasticity of supply means? എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്സ് ഓഫ് ഡിമാൻഡ് ആ ഏരിയയിലുള്ളതാണ്. വാട്ട് ഡസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ മീൻസ് എന്താണ് നമുക്ക് നോക്കാം. It means the degree of responsiveness of the supply for a commodity to a change in its price. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത് ഫുൾ ആയിട്ട് വായിക്കാം. It refers to the extent to which the supply of the product increase or decrease as a result of change in its price. It is a ratio of percentage change in quantity supply to percentage change in price. ഞാനിവിടെ പെർസെൻറ്റേജ് എന്നുള്ളത് ജസ്റ്റ് ആ ഒരു സിമ്പിളാണ് ഇട്ടത്. എക്സാമ്പിൾ നിങ്ങൾ ഒരിക്കലും തിയറി ആയിട്ട് എഴുതുമ്പോൾ പെർസെൻറ്റേജ് എന്നുള്ളത് ഫുള്ളായിട്ട് എഴുതണം. ഒരിക്കലും ഇക്വേഷൻ എഴുതുമ്പോൾ വേണമെങ്കിൽ പെർസെൻറ്റേജ് എഴുതാം. അല്ലാതെ നിങ്ങൾ നോട്ട് പോലെ എഴുതുമ്പോൾ ഒരിക്കലും പെർസെൻറ്റേജ് എന്നുള്ള ആ സിമ്പിൾ മാത്രം ഇട്ടിട്ട് നിങ്ങൾ എഴുതാൻ പാടില്ല. പെർസെൻറ്റേജ് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലുള്ളത് പോലെ തന്നെ നിങ്ങൾ എഴുതരുത്, ഇക്വേഷൻസ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. മറ്റു നിങ്ങൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്താണെങ്കിലും ആ രീതിയിൽ തന്നെ എഴുതണം. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രൈസിനനുസരിച്ചിട്ട് കമ്മോഡിറ്റിയിൽ വരുന്ന മാറ്റം, കമ്മോഡിറ്റിയുടെ സപ്ലൈയിൽ വരുന്ന മാറ്റം, പ്രൈസ് കൂടുമ്പോൾ കമ്മോഡിറ്റിയിൽ സപ്ലൈയിൽ വരുന്ന മാറ്റം, പ്രൈസ് കുറയുമ്പോൾ അതും അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു മാറ്റം എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ സപ്ലൈയിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അതായത് പ്രൈസിൻ്റെ ചേഞ്ച് അനുസരിച്ചിട്ട് ആ ഒരു കമ്മോഡിറ്റിയുടെ സപ്ലൈയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് പ്രൈസിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ചിട്ട് കമ്മോഡിറ്റി ഓഫ് സപ്ലൈയിൽ. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ പ്രൈസിന് ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ചിട്ട് ഒരു കമ്മോഡിറ്റിയുടെ സപ്ലൈയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഇക്വേഷൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, വാട്ട് യു മീൻ ബൈ പാരലൽ എക്കണോമി. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വാട്ട് ഇസ് പാരലൽ എക്കണോമി. പാരലൽ എക്കണോമി എന്ന് പറയുന്നത് നമുക്കറിയാം അൺകൗണ്ടഡ് ആയിട്ടുള്ള മണി, ക്യാഷ് ഒക്കെ നമ്മൾ കൈവശം വെക്കുക. അതായത് നമ്മൾ ബ്ലാക്ക് മണി ഗവൺമെൻറ്റിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, ടാക്സ് അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൽ നിന്നും നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന പണം, അതാണ് ബ്ലാക്ക് മണി. അപ്പോൾ പാരലൽ മണി എന്ന് പറയുമ്പോൾ അൺഅക്കൗണ്ടഡ് മണി. നമ്മുടെ അക്കൗണ്ടിൽ അത്രയും പൈസ ഉണ്ടായിരിക്കില്ല. നമ്മുടെ അക്കൗണ്ടിൽ അത്രയും പൈസ കാണിക്കുമ്പോൾ ടാക്സ് കൊടുക്കണം. അപ്പോൾ ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്ന പണത്തിനെയാണ് നമ്മൾ ബ്ലാക്ക് മണി എന്ന് വിളിക്കുക. ഇതിന് ഷാഡോ എക്കണോമി എന്ന് വിളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അൺഅക്കൗണ്ടഡ് എക്കണോമി എന്ന് വിളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് എക്കണോമി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് പാരലൽ എക്കണോമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതൊന്നും ചെയ്യാതെ എഴുതിയേക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതുണ്ട്. ഓക്കെ, അത് കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വൈ കൺസ്യൂമർ ബിഹേവിയർ ഇമ്പോർട്ടൻറ്റ്. അതും ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലുണ്ട്. കൺസ്യൂമർ ബിഹേവിയർ എന്താണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത്. ദെൻ 11th ക്വസ്റ്റ്യന് സ്റ്റേറ്റ് ദ റോൾ ഓഫ് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ റോള്, ജസ്റ്റ് ഫങ്ഷൻ ഓർ റോൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, അഡ്മിനിസ്ട്രേറ്റിംഗ് ട്രേഡ് എഗ്രിമെൻറ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ആക്ടിങ് ആസ് എ ഫോറം ഫോർ ട്രേഡ് നെഗോസിയേഷന്, അതായത് ട്രേഡ് നെഗോസിയേഷൻ്റെ ഒരു ഫോറമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സെറ്റിംഗ് ട്രേഡ് ഡിസ്പ്യൂട്ട്സ്,
ഡിസ്പ്യൂട്ട്സ് അതായത് സെറ്റിൽ ചെയ്യുന്നുണ്ട്. അതായത് ട്രേഡ് ഡിസ്പ്യൂട്ടുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തർക്കങ്ങളൊക്കെ അത് സെറ്റിൽ ചെയ്യുന്നുണ്ട്. പിന്നെ റിവ്യൂയിങ് നാഷണൽ ട്രേഡ് പോളിസീസ് റിവ്യൂയിങ് ചെയ്യുന്നുണ്ട്. ദെൻ ബിൽഡിംഗ് ദ ട്രേഡ് കപ്പാസിറ്റി ഓഫ് ഡെവലപ്പിംഗ് എക്കണോമിക്സ്, അതായത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്കണോമിക്സിൽ അവർ ട്രേഡ് കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ രാജ്യങ്ങളിൽ എക്കണോമിക്സിൽ എന്താണ് അവരുടെ ആ ഒരു ട്രേഡ് കപ്പാസിറ്റി അവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. ദെൻ കോപ്പറേറ്റ് വിത്ത് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനായിട്ട് ഒരു കോപ്പറേഷന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതാണ് റോൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് WTO ഫുൾ ഫോം എന്താണ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്. അത് ഗാട്ട് റീപ്ലേസ് ചെയ്തിട്ടാണ് 1951 നമ്മുടെ WTO വന്നിട്ടുള്ളത്. 1995 വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 12th ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻഷിയേറ്റ് ഇൻഫീരിയർ ഗുഡ്സ് ഫ്രം ഗിഫൻ ഗുഡ്സ്. അതും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇൻഫീരിയർ ഗുഡ്സും ഗിഫൻ ഗുഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. ദെൻ വാട്ട് യു മീൻ ബൈ കൈൻഡ് ഡിമാൻഡ് കർവ് അണ്ടർ ഒളിഗോപോളി. കൈൻഡ് ഡിമാൻഡ് കർവ് അണ്ടർ ഒളിഗോപോളി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് റെഫർ ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വാട്ട് ഈസ് മോണോപോളി ഇക്വിലിബ്രിയം. അതും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഞാൻ ഹിന്റ് തരാം. മോണോപോളി ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് MC കർവ് ഷുഡ് കട്ട് MR കർവ്. ആ ഒരു പോയിന്റ് MC കർവ് MR കർവിനെ കട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ ഒരു ഹിന്റ് ആണ്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ സെക്ഷൻ ബിയിലോട്ടാണ്, അതായത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ വേണ്ടത് റൈറ്റ് എ നോട്ട് ഓൺ ഗിവൻ കമ്മോഡിറ്റി കേസ്. അത് ഹിക്സൺ അപ്രോച്ച് ആണ്. അത് പേജ് നമ്പർ 54 അതിന്റെ ആൻസർ ഉണ്ട്. നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ഇൻഡിഫറൻസ് കർവിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, നമുക്ക് അത് ഒന്ന് ആൻസർ നോക്കാം. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇൻഡിഫറൻസ് കർവ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഡിസിഷൻ മേക്കിങ്ങിന് ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളായിട്ടാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് ഉപയോഗിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ്, ഹെൽപ്പ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഹെൽപ്പ് ഇൻ എക്സ്ചേഞ്ച്, യൂസ്ഫുൾ ഇൻ ഇന്റർനാഷണൽ ട്രേഡ്, യൂസ്ഫുൾ ഇൻ ടാക്സേഷൻ, യൂസ്ഫുൾ ഇൻ പബ്ലിക് ഫിനാൻസിനൊക്കെ എന്താണ്, അത് യൂസ്ഫുൾ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിസ്കസ് ദ പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപോളി. നമ്മൾ അണ്ടർ മോണോപോളിയിൽ പ്രൈസ് എന്താണ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ്, അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എന്താണ് ആൻഡ് മോണോപോളി, നമുക്ക് അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. എ മോണോപോളി ഫിക്സ് ദ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ സച്ച് എ വേ ഹാസ് ടു ഗെറ്റ് മാക്സിമം പ്രോഫിറ്റ്. അതായത് മോണോപോളിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എന്നുള്ള ഒരു രീതിയിലാണ്. ഓക്കെ, അത് ഇതുപോലെ തന്നെ മോണോപോളി ഫേം റീച്ച് ഇറ്റ്സ് ഇക്വിലിബ്രിയം ഓർ ഏൺ മാക്സിമം പ്രോഫിറ്റ് എപ്പോഴാണ്, MC = MR ആകുമ്പോഴാണ് മോണോപോളി ഇക്വിലിബ്രിയത്തിലാവുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് അവർക്ക് മാക്സിമം പ്രോഫിറ്റ് അവർക്ക് ഏൺ ചെയ്യാൻ പറ്റി എപ്പോഴാണെന്ന് പറയുന്നത്, മോണോപോളിയിൽ MC = MR ആവുന്ന ആ ഒരു പോയിന്റിലാണ് ഒരു ഫേമിന് എന്ത് ചെയ്യുന്നത്, ആ ഫേം ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നതും ആ ഫേമിന് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നതും. ഓക്കെ, പിന്നെ എന്താണ് MC curve should cut MR from below. This equilibrium position of the monopolist. ഇതിന് ജസ്റ്റ് ഒരു ഗ്രാഫും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പേജ് നമ്പർ 24 ദെൻ അതിന് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ദെൻ ആ ഗ്രാഫ് 95 94 ഈ ഒരു കുറച്ചധികം ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഞാൻ എഴുതി തന്നതാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം ഷോർട്ട് ചെയ്തിട്ട് ഞാൻ തന്നതാണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും കൂടി അതിന് വൈഡ് ആയിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ പേജിൽ തന്നെ ഒരു ഗ്രാഫുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗ്രാഫും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. കാരണം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നിങ്ങൾ യുക്തിപൂർവ്വമാണ് എക്സാം നിങ്ങൾ ഓരോ ആൻസർ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് വാട്ട് ദ മീനിങ് ആൻഡ് കോസ് ഓഫ് ഇൻഫ്ലേഷൻ. അതായത് മീനിങ് ആൻഡ് കോസ് ഓഫ് ഇൻഫ്ലേഷന്, അത് കോസസ് ഓഫ് ഇൻഫ്ലേഷൻ, അതായത് വാട്ട് ദ മീനിങ് ആൻഡ് കോസസ് ഓഫ് ഇൻഫ്ലേഷൻ. അത് പേജ് നമ്പർ 150 151 ആയിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് കൃത്യമായിട്ടുണ്ട്. മീനിങ് ഓഫ് ഇൻഫ്ലേഷൻ ഉണ്ട്. ദെൻ 151 പേജിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, അതിൻ്റെ കോസസ് ഓഫ് ഇൻഫ്ലേഷൻ പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോസസും ഉണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. ഇതിന് മുമ്പ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് MSME ഇൻ കേരള എക്കണോമി. പേജ് നമ്പർ
99 199. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് സെക്ഷൻ സി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫൈനൽ സെക്ഷൻ ആണ്. എസ് എ ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ അതൊക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ആ എഴുതുന്ന 2 ക്വസ്റ്റ്യൻസിന് 10 മാർക്ക് വീതമാണ് ഉണ്ടായിരിക്കുക. എസ് എ ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്കാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ എക്കണോമി അണ്ടർ WTO regime. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പേജ് നമ്പർ 138 141 ഉണ്ടായിരിക്കും. നിങ്ങൾ അതിന് റെഫർ ചെയ്യുക. ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. എക്സ്പ്ലെയിൻ ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ എക്കണോമി അണ്ടർ WTO regime. ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ പേജ് നമ്പറിൽ ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ഓൾസോ സ്കെയിൽ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്കിത് ഈസി ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നുണ്ട് ഇത് വായിച്ച് നോക്കുമ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതി, അതിന് മുമ്പ് പറഞ്ഞു എസ് എ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതണം എന്നുള്ളത്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്ന് എഴുതുക. ദെൻ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇൻകം ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി, അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ട്. അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതുക, അതൊക്കെ കറക്റ്റായിട്ട് തന്നെ എക്സാമിൽ എഴുതുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് എ ടൂൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. ഇതും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുണ്ട്. ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. അപ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും ക്വസ്റ്റ്യൻസ് എന്താണ്, മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള എന്താണ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ജസ്റ്റ് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഔട്ട് ഓഫ് സിലബസിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യും, മേ ബി ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങളപ്പോൾ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും എഴുതിയാൽ മതി. ഇല്ലെങ്കിൽ അറിയുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾ ആൻസർ അറ്റൻഡ് ചെയ്യണം. എല്ലാ ആൻസറും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ പോലും അറിയുന്ന രീതിയിൽ അതുമായി കണക്റ്റഡ് ആയിട്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെഫിനറ്റ് ആയിട്ടും എന്താണ് ആൻസർ ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതാതിരിക്കരുത്. പേജ് നമ്പറൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വരുന്നത്, അത് ബോർഡറിൻ്റെ ഇപ്പുറത്താണ്. ഇപ്പോൾ ഇവിടെയാണ് ബോർഡർ വെച്ചെങ്കിൽ ഈ രീതിയിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പേജ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് നിങ്ങൾ ആൻസർ നമ്പേഴ്സ് നിങ്ങൾ എഴുതേണ്ടത്. അത് എല്ലാത്തിനും കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. അതൊന്നും വിട്ടു പോകരുത്. അതുപോലെ പോയിൻ്റായിട്ട് എന്തെങ്കിലും എഴുതാച്ചെങ്കിൽ അതിന് എന്തെങ്കിലും രീതിയിൽ പോയിൻ്റായിട്ട് അത് വല്ല കിട്ടോ അല്ലെങ്കിൽ 1 2 3 അല്ലെങ്കിൽ ABCയോ അങ്ങനെയൊക്കെ നിങ്ങൾ എക്സാം എഴുതണം. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ പഠിച്ച് നിങ്ങൾ എക്സാം എഴുതുക. മാനേജ്മെൻറ്റ് എക്കണോമിക്സിന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണെങ്കിൽ പോലും എന്താണ് ക്വസ്റ്റ്യനും എക്സാമൊക്കെ ഈസി ആയിരിക്കും. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പോയിരുന്നാൽ മതി. മറക്കണ്ട, MCQ ക്വസ്റ്റ്യൻസ് ബാഗ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരിക്കും. അതും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്യണം. പിന്നെ അതുകൂടാതെ ഈ ഒരു ക്ലാസ് BCom BBA സ്റ്റുഡൻസിനും ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ BCom സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് BBA സ്റ്റുഡൻസിനും എന്താണ് ഹെൽപ്ഫുള്ളായിരിക്കും. പക്ഷേ പേജ് നമ്പേഴ്സ് ഞാൻ അപ്പോൾ റെഫർ ചെയ്യാനുള്ള പേജ് നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഡിഫറൻസ് ആയിരിക്കും. കാരണം ടെക്സ്റ്റ് ബുക്ക് രണ്ടും വ്യത്യാസം. പക്ഷേ കോണ്ടൻറ്റൊക്കെ ഏകദേശം സെയിം ആണ്, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് BBA സ്റ്റുഡൻസിനും വേണമെങ്കിൽ ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. അവർക്കുള്ള വീഡിയോ നമ്മൾ എന്താണെങ്കിലും അടുത്ത ക്ലാസ്സിലായിട്ട് റെക്കോർഡ് ചെയ്യും. അവരുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ എല്ലാവരും എക്സാം വളരെ നല്ല രീതിയിൽ എഴുതുക. എക്സാം റിലേറ്റഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ അക്കാഡമിക് ടീമുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. സോ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.